വൈജ്ഞാനിക പ്രഭാവവും ആത്മീയോത്കൃഷ്ടിയും വ്യക്തിവിശുദ്ധിയും സ്വഭാവ സംശുദ്ധിയും അനുഗ്രഹമായി ലഭിച്ച ശൈഖുന താനാളൂർ ഉസ്താദിന്റെ സാന്നിധ്യം ദീനീ സദസ്സുകളെ സവിശേഷമാക്കുന്നു. സേവന പ്രവർത്തനങ്ങളിൽ 2.5 പതിറ്റാണ്ട് നിറഞ്ഞു നിൽക്കുന്ന ബഹുവന്യർക്ക് തന്റെ പ്രവർത്തനങ്ങളിൽ യാതൊരുവിധ പ്രസിദ്ധിയും പ്രചാരവും ആഗ്രഹിക്കാതെ ഭൗതിക കാഴ്ചപ്പാടുകൾക്കതീതമായുള്ള പ്രവർത്തനങ്ങളിൽ പൂർണ്ണ വിജയം കൈവരിക്കാൻ ശൈഖുനാക്ക് കഴിഞ്ഞു. ഇൽമിനെയും ഇൽമിന്റെ അഹുലുകാരെയും തുല്യതയില്ലാതെ സ്നേഹിക്കുന്ന ശൈഖുനായുടെ പ്രസ്തുത സേവന പ്രവർത്തനങ്ങൾക്ക് സ്വന്തം നാട്ടുകാരായ ഉമറാക്കളുടെയും ഉലമാക്കളുടെയും സുന്നി പ്രവർത്തകരുടെയും സാധാരണക്കാരായ നല്ല മനുഷ്യരുടെയും സന്മനസ്സാലുള്ള സർവ്വ സഹകരണവും ലഭിക്കുന്നു. 25 വർഷ കാലയളവിൽ ത്യാഗസമ്പന്നമായ ജീവിതത്തിലൂടെ നൂറുകണക്കായ യുവപണ്ഡിതരെ വാർത്തെടുക്കാൻ കഴിഞ്ഞ ശൈഖുനായുടെ പ്രവർത്തനങ്ങളിൽ അവരുടെ വിദ്യാർത്ഥികൾ രൂപം നൽകിയ ഹിമായത്തു സുന്ന അഭിമാനം കൊള്ളുന്നു. ശൈഖുനായുടെ കീഴിൽ നല്ല നിലയിൽ പ്രവർത്തിച്ചു വരുന്ന ജലാലിയ ദർസിന്റെ സിൽവർ ജൂബിലിയോടനുബന്ധിച്ച വൈലിത്തറ മുഹമ്മദ് കുഞ്ഞി മൗലവിയുടെ മതപ്രഭാഷണ VCD ഹിമായത്തു സുന്ന നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. بسم الله الرحمن الرحيم والسلام سديد الوصف والبرهان حافظ الدين والقرآن ما شاء الله كان أمان المسألة لم يكن لا حول ولا قوة إلا بالله العلي العظيم ما شاء الله كان أمان المسألة لم يكن لا حول ولا قوة إلا بالله العلي العظيم ما شاء الله كان وعلى مسألة لم يكن لا حول ولا قوة إلا بالله العلي العظيم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا نساء النبي لستن كأحد من النساء إن اتقيتن فلا تخضعن بالقول فيطمع الذي في قلبه مرض وقلن قولا معروفا وقرن في بيوتكن فلا تبرجن تبرج الجاهلية الأولى أقمن الصلاة وآتينا الزكاة وأطعنا الله ورسوله إنما يريد الله ليذهب عنكم الرجس أهل البيت ويطهركم تطهيرا صدق الله العلي العظيم وصدق الله رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين الحمد لله رب العالمين. പ്രിയമുള്ള സഹോദരങ്ങളെ, ക്ഷീണമെന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പുള്ള ആളല്ല. പക്ഷേ ഒന്നും പറയാതിരിക്കാൻ വയ്യ. ഞാൻ ഇന്നലെ അവിടെ നിന്ന് പരിപാടി നടത്തി കിടക്കാനൊരുങ്ങുമ്പോൾ മണി 1:30. 1:30 മണി മുതൽ സുബഹി വരെ മൊത്തം ഞാൻ അരമണിക്കൂർ ഉറങ്ങിയിട്ടുണ്ടോ എന്നെനിക്ക് ഉറപ്പില്ല. അതായത് നമുക്കും സുബാത്തത ഉറക്കം നമുക്ക് ആരോഗ്യം അങ്ങനെ പറ്റ പറഞ്ഞില്ല. അപ്പോൾ സുബഹി കേട്ടോണ്ട് പിന്നെ ഉറങ്ങാം എന്ന് കരുതിയപ്പോൾ എനിക്ക് തലക്കടത്തൂർ കടന്നു പോകേണ്ട കാര്യം. 45 കൊല്ലങ്ങൾക്ക് മുമ്പ് ആദ്യമായി മലപ്പുറത്ത് തന്നെ, മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ ആദ്യം കൊണ്ടുവരുന്നതല്ല തലക്കടത്തൂരാണ്. എൻ്റെ ഓർമ്മ അത് മരിച്ചുപോയ മർഹൂം കുഞ്ഞുട്ടി ഹാജി അവരുകളാണ്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് ഉത്തരങ്ങാടിൽ കോയമ്മ ഹാജി ഉണ്ടായിരുന്നു. എല്ലാം മരിച്ചു. എല്ലാവരും സ്വാധീനങ്ങളായിരുന്നു. അങ്ങനെ ആ തലക്കെടുത്തൂർ ആ ബന്ധം നിന്ന് നിലനിൽക്കുക. അവിടെ അങ്ങനെയുള്ള ചില കാര്യങ്ങൾക്ക് തലക്കെടുത്ത് മടങ്ങുന്ന മണി 10. പിന്നെ പറഞ്ഞില്ല.
പത്രമൊക്കെ വായിച്ചു വന്നിട്ട് 12 മണിയായപ്പോൾ കുളിച്ചോണ്ട് ഉറങ്ങാൻ പറഞ്ഞിട്ടില്ല. മുഹറസറോട് മുഹറിനെ നമസ്കരിച്ചിട്ട് ഉറങ്ങില്ല. അങ്ങനെ ഇതുവരെയും ഉറക്കിട്ടിട്ടില്ല. പിന്നെ എവിടുന്നാണ് ക്ഷീണം? ആ കിടപ്പും കിടന്ന് വിശ്വാസം. അതാ ഇന്നലെ വന്നപോലെ 8:30 മണിയായപ്പോൾ വരാനൊക്കാതെ പോയി. അതുകൊണ്ട് ഞാൻ ഇതിനൊന്നും കഴിയില്ല. അല്പസമയം മാത്രം ഞാൻ സംസാരിച്ചാൽ നിങ്ങളുടെ എല്ലാം അനുവാദത്തോടുകൂടി നമുക്ക് അവസാനിച്ച് നോക്കട്ടെ. പ്രസംഗം നടക്കുന്നതും നടക്കാതിരിക്കുന്നതൊന്നും അത് ആ സമയം അനുസരിച്ച് അങ്ങ് പോകും. ക്ഷീണം കൂടുതലാണ് നടക്കുന്നത്. അതുകൊണ്ട് ദൂരെ നിൽക്കുന്ന എൻ്റെ സഹോദരങ്ങൾ ഒന്നും ചിന്തിക്കില്ല, ഒന്നും ആലോചിക്കാൻ പാടില്ല. എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് ഇങ്ങോട്ട് അടുത്ത് അല്ലെങ്കിൽ വയറല്ലേ എന്തോ ചിന്തിക്കാൻ. ദൂരെ നിൽക്കുന്ന ആൾക്കാരെല്ലാം ഇങ്ങോട്ട് അടുത്ത് കസേരയൊക്കെ ഒഴിഞ്ഞെടുപ്പുണ്ട്. അതിലൊക്കെ വന്നിരുന്ന് വയത് കേൾക്കും. ദൂരെ മാറി നിൽക്കുന്ന ഒരു കാര്യമില്ല. എല്ലാം വയതാണെന്നാണ് എല്ലാവർക്കും ഒന്നിച്ചിരുന്ന് കേൾക്കാവുന്നത്. സീറ്റിയുടെ മുൻവശത്ത് ധാരാളമാണ്. മുൻവശത്ത് കാണിച്ചു. പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ വളരെ വിശാലമായി സംസാരിക്കുന്ന ഒരു വിഷയവുമായിട്ടാണ് ഞാൻ ഇന്നലെ മുതൽ വരാൻ ഉദ്ദേശിച്ചത്. നിശായ്ക്ക് ശേഷമാണ് ആ പ്രോഗ്രാം എല്ലാം വെട്ടിച്ചിട്ടില്ല. സ്ത്രീകളെ സംബന്ധിച്ച് ഒരു വിഷയം ചർച്ച ചെയ്യാവുന്നതാണ് ഞാൻ വിചാരിച്ചത്. സ്ത്രീ സ്വാതന്ത്ര്യം എന്ന ഉറവിളി കൂട്ടുന്നൊരു കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ ശറഅന്റെ നിയമങ്ങൾ നടപ്പാക്കാൻ വേണ്ടി ആരോടും പ്രസംഗിച്ചിട്ട് കാര്യമില്ല. അതേസമയത്ത് ശറഅന്റെ നിയമങ്ങൾ ഇന്നതാണെന്ന് അറിഞ്ഞിരുന്നാൽ പിന്നീട് നമുക്കത് തൗബ ചെയ്യണമെങ്കിൽ തൗബ ചെയ്യാം. അങ്ങനെ ഒരു പ്രതീക്ഷയും ശറഅന്റെ കാര്യങ്ങൾ പറയുന്നത് കൊണ്ട് ആ ഒരു ഉദ്ദേശമേ നമ്മൾ ചെയ്യുന്നതൊക്കെ ശരിയാണെന്നൊക്കെ ധരിച്ചുകൊണ്ടിരുന്ന തൗബയില്ലല്ലോ. നമ്മുടെ ചെയ്യുവാനിൽ ഒരുപാട് തകരാറുണ്ട് ശറഅന്റെ കാഴ്ചപ്പാടിൽ നിന്നെന്ന് അറിഞ്ഞിരുന്നാൽ പിന്നീട് തൗബ ചെയ്യാൻ തയ്യാറാവാൻ കഴിഞ്ഞു. അതൊക്കെ എനിക്ക് പ്രതീക്ഷയൊന്നുമില്ല. അത്രമാത്രം കാര്യം ചീത്തയായി. ഞങ്ങൾ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന കാലവും കൊണ്ടൊക്കെ എത്രമാത്രം മുമ്പോട്ട് കാര്യങ്ങൾ പോയിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാം. അന്ന് പറഞ്ഞ വിഷയങ്ങളൊന്നും ഇപ്പൊ പറയാനൊക്കത്തില്ല. അതൊക്കെ പറഞ്ഞ ആളുകൾ കളിയാക്കുന്ന അവസ്ഥയിലാണ്. ഹിജാബിന്റെ ആയത്തെന്ന് പറയുന്നത് ഇപ്പോൾ ഉണ്ടോ നമ്മുടെ ഖുർആനിൽ? അങ്ങനെ ഒരു കാര്യമുണ്ടോ? ഇല്ല. ഞാൻ ഇവിടെ വന്നിട്ട് എൻ്റെ അറിവില് നമ്മുടെ മുസ്ലിയാരുടെ വീട്ടിൽ ഹിജാബിന്റെ ആയത്ത് ഇറങ്ങിയിട്ടുണ്ടെന്ന് ഇവിടുത്തെ ഉസ്താദ്. എനിക്ക് വളരെ ഒടുവിലേ അദ്ദേഹത്തെ പരിചയപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രായം വളരെ കുറവാണെങ്കിൽ അതിനെപ്പറ്റി തന്നെ 2 വാക്ക് പറയാം. എന്തോ വിലായത്ത് കറാമത്ത് വിലായത്ത് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, വലിയാണ് മറ്റേ. എന്താ വലിയ? വലിയുല്ലാഹി ലൈസ ലഹു അനീസു സിവ റഹ്മാനി വഹുവ ലഹു ജലീസു. അള്ളാഹിന്റെ ഔലിയാക്കളെന്ന് പറഞ്ഞാൽ അവർക്ക് വേറെ ഉദ്ദേശമൊന്നും കാണത്തില്ല. പടച്ചവന്റെ വിവാഹമില്ലാതെ മറ്റൊന്നും അവർക്ക് വിഷയമില്ല. ഒലി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് കിതാബിലൊക്കെ പറഞ്ഞിരിക്കുന്നു. ബഹുമാനപ്പെട്ട ഇമാം ഖുശൈരി തന്റെ റിസാലയില് വളരെ അജലിൽ കറാമാത്തുല്ലത്തി തകൂനു ലിൽ ഔലിയായി
دوام التوفيق للطاعات والحفظ من المعاصي والمخالفات. കറാമത്തിൽ വെച്ച് ഏറ്റവും അതിന്റെ അങ്ങേ അറ്റത്തെ കറാമത്ത് എന്ന് പറഞ്ഞാൽ ഹുസൂലുൽ ഇസ്തിഖാമത്തി, പരിശുദ്ധ ശറഅത്തെ നിയമം അത് കൃത്യമായി പാലിക്കാനുള്ള തൗഫീഖ് നിത്യമായി കിട്ടുക. അല്ലാഹു തആല ശറഅയിൽ നമുക്ക് ശറഅത്ത് തന്ന കാര്യങ്ങൾ കൃത്യമായി പാലിക്കാനുള്ള തൗഫീഖ് നിത്യമായി കിട്ടുക. والحفظ من المعاصي والمخالفات, ശറഅത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ ഉണ്ടാകാതെ സൂക്ഷിക്കാനുള്ള തൗഫീഖ് കിട്ടുക. ശറഅ നിർബന്ധമാക്കിയ കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്യാനുള്ള തൗഫീഖും ശറഅയിൽ നിരോധിച്ച കാര്യങ്ങൾ പൂർണ്ണമായും ത്യജിക്കാനുള്ള തൗഫീഖും ലഭ്യമാകുന്നതാണ് ഹഖീഖിയായ കറാമത്ത്. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഞാൻ പറഞ്ഞു അതാണ് ഹഖീഖിയായ കറാമത്ത്. അപ്പൊ കണ്ണിയത്തോര് ഖുത്ബി മുഹമ്മദ് മുസ്ലിയാർ, ഒറ്ററ ഉസ്താദ്, എൻ്റെ വാപ്പ, ഇങ്ങനെയുള്ള കുറെ ആലിമീങ്ങളെ നമുക്ക് വരികയുണ്ട്. അവര് ഈ പറഞ്ഞ ലിസ്റ്റിൽ വെക്കപ്പെടും. അപ്പൊ എന്ന് പറഞ്ഞ കണ്ണിയത്തിന്റെ ശരിക്ക കണ്ണിയത്തും വാപ്പയും കൂടെ ഒന്നിച്ചാണ് ഖുത്ബി എടുത്തത്. ആ കണ്ണിയത്ത് പറയൂല്ലേ, അതിലത്തെ മുഹമ്മദ് മുസ്ലിയാറിന്റെ കൽബിന്റെ കരളായിരുന്നു. കരുവന്തുരുത്തി പള്ളിയുടെ കിഴക്കേ മുറ്റത്ത് നിന്ന് പാണക്കടത്ത് അങ്ങോട്ട് പറഞ്ഞു, ഞാൻ അടുത്ത് നിന്നു. അപ്പൊ അവര് സുറക്കാളായിരുന്നു. ഈ കണ്ട സ്വാലിഹ്യങ്ങൾ ആലിമീങ്ങൾ കൃത്യമാണ് ഈ പറഞ്ഞ, ഞാനിപ്പോ ഈ പറഞ്ഞ കാര്യം ഒഴിയില്ല. ബഹുമാനപ്പെട്ട ഇമാം അബുൽ ഹസൻ ഷാദിബി റഹ്മത്തുള്ളാഹി അവര് പറഞ്ഞിരിക്കുന്നത് അൽ കറാമത്തുൽ ഹഖീഖിയത്തു ഇന്നമാ ഹിയ ഹുസൂലുൽ ഇസ്തിഖാമത്തി വൽ ഉസൂലു ഇലാ കമാലിഹാ വമർജിഉഹാ അംറാനി സിഹത്തുൽ ഈമാൻ ബില്ലാഹ് വഇത്ബാഉ മാ ജാഅ ബിഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖൗലൻ വഫഅലൻ വഅഖ്ലാഖൻ. ഹഖീഖിയായ കറാമത്ത് എന്ന് പറഞ്ഞാൽ അത് നേരത്തെ പറഞ്ഞു തന്നെ ഹുസൂലുൽ ഇസ്തിഖാമ, സിഹത്തുൽ ഈമാൻ ബില്ലാഹി വഇത്ബാഉ മാ ജാഅ ബിഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖൗലൻ വഫഅലൻ, ഖൗലനും ഫഅലും വഅഖ്ലാഖൻ നബിയെ പിൻപറ്റുക എന്നുള്ളത്. അതാണ് വിലായത്ത്. അമ്മൽ കറാമത്ത് ബിമഅനാ ഖർഖുൽ ആദത്ത് വലാ ഇബ്റത ബിഹാ ഇൻദൽ മുഹഖഖീന, അസാധാരണത്വം കാണിക്കുന്ന കറാമത്തുണ്ടല്ലോ. ഖർഖുൽ ആദത്ത്, ഖർഖുൽ ആദത്ത് എന്ന് പറഞ്ഞാൽ പതിവ് ലംഘിക്കുന്ന കറാമത്ത്. അതായത് ഇവിടെ നമുക്ക് ബോംബെയിൽ പോകണമെങ്കിൽ ആകാശത്ത് കഴിഞ്ഞ് പോകണം, എങ്ങനെ പോകും? പ്ലെയിനിൽ. ഒരാൾ പറന്നു പോകും, അതാ ഖർഖുൽ ആദത്ത്. ഒരു പുഴ കിടക്കണമെങ്കിൽ നോർമൽ കോഴ്സ് സാധാരണഗതിയിൽ എന്ത് വേണം? ഒരു വഞ്ചി വേണം, ഒരു തോൾ വേണം, ഒരാൾ നടന്നു പോകും. ഇതിനാ ഖർഖുൽ ആദത്ത്. ഇങ്ങനെ ആദത്തിനെ ഖർഖ് ചെയ്ത കറാമത്ത് ഫലാ ഇബ്റത ബിഹാ ഇൻദൽ മുഹഖഖീന, ആണുങ്ങളുടെ മുമ്പിൽ ഏതൊരു വിലയില്ല. അപ്പൊ പറഞ്ഞാൽ കാക്കയും പറക്കുമെന്ന് പറയുന്നത് അതാണ്. വീട്ടിൽ ഒരാൾ പറഞ്ഞു ചെയ്യുന്ന മെഹദിമാല ഇല്ലേ? മെഹദിമാല എല്ലാ വിഭാഗക്കാരും അംഗീകരിക്കപ്പെട്ട ഒരു പാട്ടാണ്. അത് മൂന്നൂര് വെച്ച് ഏതാണ്ട് 4 മണിക്കൂറോളം ഖാദി അബ്ദുൽ ഖാദർ മൗലവിയും ഇടവണ്ണ അലവി മൗലവി, കെ മൗലവിക്ക് ശേഷം ആ വിഭാഗത്തിൽ അത്രയും വലിയ പണ്ഡിതനെ എനിക്കറിയില്ല. ഇവർ രണ്ടുപേരും കൂടി 4 മണിക്കൂറോ 5 മണിക്കൂറോളം വാദപ്രതിവാദം നടത്തി അവസാനം അലവി മൗലവി പറഞ്ഞു, എനിക്കും പതിക്കും മഹദി മൗല പാടാം എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയി. എനിക്കും പതിക്കും മഹദി മൗല പാടാം എന്ന് പറഞ്ഞിട്ടാണ് അവിടുന്ന് ആ സഭ വിരിഞ്ഞു പോകുന്നത്. ഈ ഇടവണ്ണ അലവി മൗലവി ഇപ്പൊ ഇവിടെ ഞാൻ പ്രസംഗത്തിൽ പരാമർശിക്കും, അത് ഞാൻ വിട്ടുപോയിട്ട് നിങ്ങൾ എന്നെ ഓർമ്മപ്പെടുത്തണം. അവരൊക്കെ പാണ്ഡിത്യമുള്ളവരാ.
അവര് ആ ഭക്ഷണത്തിനും പറയുന്നൊരു കണക്കുണ്ട്. ഒരു വിവരമില്ലാത്തവരാ വായി വരുന്ന എല്ലാം പറയാം. പണ്ഡിതന്മാരായി കഴിഞ്ഞാൽ അവർക്ക് അതിനപ്പുറത്തോട്ട് കടന്ന് സംസാരിക്കാൻ ഒക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് മഹിദ്യന്മാരെ എനിക്കും പതിക്കും പാടാമെന്ന് അരയോലെയും ഭതിയും കൂടെ ഒപ്പുവെച്ച ഇടപാടിലുണ്ട്. അതുകൊണ്ട് ആ മൊഹിദ്ദീന്മാരെ ഇപ്പൊ ഞാൻ പറഞ്ഞ വലിയ തെറ്റൊന്നുമില്ല. ആ മൊഹിദ്ദീന്മാരിലുണ്ടല്ലോ, പറക്കുമ്പോരിയെ പാടിക്കൽ തടച്ചോർ പറന്നിട്ട് വന്നോരെ തൗബ ചെയ്യിച്ചോറ്. ഒരാള് പറന്നു വന്ന് ഒരു ഒഴിയും ഔസുലാദമിന്റെ വീട്ടിൽ ആരോ എന്ന് പറഞ്ഞു കൊടുത്ത് തങ്ങളെ ഒരാൾ പറന്നു വന്ന്. നേരാന്ന് ചോദിച്ചാൽ അവിടെ ഇല്ല, ഞാൻ പറയുക. ആ ഒരാൾ പറന്നു വന്നു. മൂപ്പർ പിടിച്ച് അവനെ ആ തൂണെ കെട്ടാൻ പറന്നു വന്ന വലിയ പിടിച്ച് കെട്ടി തൗബ ചെയ്യിപ്പിച്ച് വിട്ടുവെന്ന് ഒരു അതിനകത്ത് പറയുന്നുണ്ട് മൊഹിദ്ദീന്മാരെ. അപ്പൊ അതാ ഞാൻ പറയുന്നത്, ഹർക്കുലാദത്തെ ആദത്തിനെ ഹർക്ക് ചെയ്യുന്ന ഈ അസാധാരണത്വം കാണിക്കുന്ന വിലായത്തിനൊന്നും ഷറയിൽ പണ്ട് ഈ മുഹക്കിടയിൽ അതിന് വിലയില്ല. ഈ കാഴ്ചപ്പാട് നോക്കുമ്പോൾ നമ്മുടെ മുസ്ലിയാൽ ഒരു പേര്. അപ്പൊ അതാണ് ശരിയായ വിലായത്ത്. ഒരു കറാഹത്ത് പോലും ചെയ്യാത്ത വിധത്തിൽ ഉള്ള സൂക്ഷ്മത ഉണ്ടെങ്കിൽ അത് ഹക്കിക്കായ ക്രാമത്താണ്. അവരെ നമ്മൾ സൂക്ഷിക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് അവരുടെയൊക്കെ വീട്ടിലെവിടെയൊക്കെ ഹിജാബിന്റെ ആയത്തുണ്ടെന്ന് കേട്ട്, അല്ലാതെ വേറെ എവിടെയില്ല. ഞങ്ങളുടെയൊന്നും വീട്ടിലില്ല. ഉള്ള കാര്യമൊന്നും പറയാം. അവിടെ ഖുർആൻ പറഞ്ഞതനുസരിച്ച് അതൊന്നും നമ്മുടെ ആരുടെയും വീടുകളിലില്ല. ചുരുക്കി പറഞ്ഞാൽ പരസ്പരം കാണാൻ വയ്യാത്ത ഒരു പാർട്ടി സ്ത്രീ പുരുഷന്മാരുടെ ഇല്ലേ ഇല്ല. അവിടെ എത്തി കാര്യം. ഖുർആൻ അങ്ങനെയാണോ പറയുന്നത്? ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മഹ്ഫൂദ്, അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തു സൂക്ഷിക്കുന്ന മഹദികളല്ലേ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ. അവരുടെ നിന്ന് തെറ്റുകുറ്റങ്ങൾ വരാതെ പഠിച്ചവൻ കാത്തു സൂക്ഷിക്കുന്നവരാണ്. ആ കാലഘട്ടത്തെ സംബന്ധിച്ച് തന്നെ കിതാബിൽ ഇതാ ഇവിടെ ഞാൻ അവസാനം പറയേണ്ട ആദ്യമായിപ്പോയി. ആ കാലഘട്ടത്തെ തന്നെ പറ്റി ആ മിസ്കാത്തിൽ സറഹിൽ മുല്ലാഴിയൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? وكنا في ذلك الزمن على آية الصيانة وما كانوا يتطرق إليهن ولا بهن فتنة البتة. ആ എന്താ അതിന് മലയാളം പറയുക? ആയത്ത്. ഇതെല്ലാം ഉയർമ അല്ലേ? ആയത്ത് സ്വയാനത്തി, സൂക്ഷ്മതയുടെ ഉയർമയുടെ ഉത്തുംഗ ശൃംഗത്തിലായിരുന്നു അവര്. അന്നത്തെ പെണ്ണുങ്ങളെന്ന് പറഞ്ഞാൽ സൂക്ഷ്മതയുടെ കാര്യത്തിൽ അതിന്റെ ഉയർമയുടെ ഉത്തുംഗ ശൃംഗത്തിലായിരുന്നു എന്നർത്ഥം വയ്ക്കണം. ആ പറഞ്ഞ ആയത്ത് സ്വയാനത്തി. അതുകൊണ്ട് തറക്കു ഇലൈഹിന്ന വലാ ബിഹിന്ന ഫിത്നതനിൽ ബത്തത്ത, അവരിൽ നിന്നോ അവരിലേക്കോ യാതൊരു ഫിത്നയും ഉണ്ടാകാൻ യാതൊരു ചാൻസുമില്ല. ആ കാലത്ത് فإذا سألتموهن فاسألوهن من وراء حجاب ذلك أطهر. അല്ലാഹു തആല നിങ്ങളുടെ കൽബിനും അവരുടെ കൽബിനും. ബീവിമാരോട് തങ്ങളുടെ ഉമ്മഹാത്തുൽ മുഅ്മിനീനോട് എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യപ്പെടേണ്ടതായി വന്നാൽ വിരോധമില്ല. ഒരു അയൽക്കാരന് ഒരു കുട്ടയോ മുറോ കൈക്കോട്ടോ വാങ്ങണം, അല്ലെങ്കിൽ ഇടങ്ങഴി ഗോതമ്പ് വായ്പ വാങ്ങണം, ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ചോദിക്കുന്നതുകൊണ്ട് വിരോധമില്ല. പക്ഷേ ഹിജാബിൻ, ഒരു മറയുടെ പിന്നിൽ നിന്നേ ചോദിക്കാവൂ, നേരിട്ട് ചോദിക്കാൻ പാടുന്ന ഖുർആൻ നസ്സ. ആരോട് ചോദിക്കാൻ? ഉമ്മഹാത്തുൽ മുഅ്മിനീനോട്. ഇതാണ് ഖുർആന്റെ നിലപാടെങ്കിൽ ഇന്ന് നമ്മുടെ സ്ഥിതി എന്താ? അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാര്യം വളരെ പോയി, പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അപ്പൊ ഇന്ന് സ്ത്രീകളെ സ്വാതന്ത്ര്യം പോരാ. ഏതാണ്ട് ട്രേഡ് യൂണിയൻ എന്താ പറയുക, മുതലാളി തൊഴിലാളി കുടിയാൻ ജന്മി ഇങ്ങനെയൊക്കെ പറയത്തില്ല എന്നതുപോലെ രണ്ട് വിഭാഗം ആക്കിക്കൊണ്ടാ പെണ്ണുങ്ങളെയും ആണുങ്ങളെയും അവരുടെ കാര്യം സംസാരിക്കുന്നു. പെണ്ണുങ്ങളെന്ന് പറഞ്ഞാൽ തൊഴിലാളികളും ആണുങ്ങളെന്ന് പറഞ്ഞാൽ മുതലാളികളും എന്നിങ്ങനെയുണ്ട്. തൊഴിലാളി മുതലാളി, അതുപോലെ തന്നെ
കൂടിയാൻ ജന്മി എന്നൊക്കെ പറയുന്ന രണ്ട് വിഭാഗം എന്നതുപോലെ സ്ത്രീയും പുരുഷനും രണ്ട് വിഭാഗമാക്കിക്കൊണ്ടാണ് ഇപ്പോഴത്തെ ചർച്ച. നമ്മുടെ ദീൻ അങ്ങനെ നമ്മൾ ശരിയായിട്ട് അങ്ങനെയല്ല പറയുന്നത്, രണ്ടും ഒന്നാ. വൈന്നമൻ നിസാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയിഷയെ അരിവായ ചെയ്യുന്നത് വൈന്നമൻ നിസാവ് ശഖായിഖു റിജാൽ, പെണ്ണുങ്ങളെന്ന് പറയുന്നത് പുരുഷന്റെ ഫഖറിയാണ്. രണ്ടും കൂടെ കൂടുമ്പോഴാണ് ഒരു പൂർണ്ണമായ മനുഷ്യനാകുന്നത്. ഇംഗ്ലീഷുകാരും പറയും ബെറ്റർ ഹാഫ്. ഭാര്യയെ പറ്റി പറയുന്നവരോട് മറ്റൊരു ഉപയോഗമാണ് ബെറ്റർ ഹാഫ്, നല്ല പകുതി എന്നാണ്. ഈ രണ്ടും കൂടെ ചേരുമ്പോഴാണ് അവർ പൂർണ്ണമാകുന്നത്. ഇതിന് രണ്ടിനെയും കൂടെ രണ്ടാക്കി നിർത്തി ട്രേഡ് യൂണിയൻ വ്യവസ്ഥ അനുസരിച്ച് പെണ്ണുങ്ങൾക്ക് സ്വാതന്ത്ര്യം പോരാ, പെണ്ണുങ്ങൾക്ക് സ്വാതന്ത്ര്യം പോരാ, ആണുങ്ങൾക്ക് സ്വാതന്ത്ര്യം കൂടിപ്പോന്നൊക്കെ പറയുന്ന ഒരു കാലഘട്ടം. എനിക്ക് മനസ്സിലായിടത്തോളം ഈ സ്വാതന്ത്ര്യത്തിന്റെ എല്ലാം പോക്ക് നേരെ അവരുടെ മുമ്പിൽ കൊണ്ടുവന്ന് കെട്ടാനാണ്. ആരുടെ? പാശ്ചാത്യരുടെ. അവിടെയോട്ടാണ് വളരെ സൂപ്പർസോണിക് ജെറ്റ് വിമാനത്തിന്റെ വേഗത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങോട്ട്. അവിടെ എന്ന് പറയുന്നത് സ്ത്രീയും പുരുഷനുമായിട്ട് നിയമമൊന്നുമില്ല. അവിടെ അപേക്ഷ കൊടുക്കുകയോ അപേക്ഷ മേടിക്കുകയോ ചെയ്യുന്ന വിഷയത്തിൽ അച്ഛന്റെ കോളം ഫില്ലപ്പ് ചെയ്യാറേ ഇല്ല. അമ്മയുടെ അച്ഛന്റെയും രണ്ട് കോളമില്ലേ, അതിനവിടുന്ന് അച്ഛന്റെ കോളം പാശ്ചാത്യരുടെ അത് ഫില്ലപ്പ് ചെയ്യാറില്ല, അതിനെപ്പറ്റി അന്വേഷിക്കാറുമില്ല. അങ്ങനുണ്ട്. ഈ സംസ്കാരത്തിലേക്ക് എത്തുമ്പോഴാണോ നമ്മുടെ സ്ത്രീകൾക്ക് പുരോഗതി? നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഈ പറയുന്നത്? ഈ അവസ്ഥയിലേക്ക് എത്തുമ്പോൾ നമ്മുടെ സ്ത്രീകൾക്ക് പുരോഗതി വന്നോ? നിങ്ങൾ അറിയുമോ, നിയമവിരുദ്ധമായി ജനിക്കുന്ന കുട്ടികളുടെ കണക്ക് ഒരു പത്രത്തിൽ എഴുതാം, പല മനോരമയാണ്. ഉദാഹരണത്തിന് ലാറ്റിൻ അമേരിക്കയിലും ചില പാശ്ചാത്യ രാജ്യങ്ങളിലും മൊത്തം ജനിക്കുന്നതിൽ 70% ഇത്തരക്കാരാണ്. 100 കുട്ടികൾ ജനിച്ചാൽ 70 എണ്ണം മാറാൻ പിറന്നതാണ്. മനോരമ പത്രം എഴുതിയിരിക്കുന്നത്. തർക്കിക്കരുത്, തർക്കിച്ചപ്പോ എന്റെ ഫയലിലുണ്ട്, ഞാൻ എടുത്തും കാണിച്ചു. മൊത്തം ജനിക്കുന്നതിൽ 70% ഇല്ലീഗലാണ്, വിവാഹത്തിന് മുമ്പ് ജനിക്കുന്ന മക്കളാണ് എന്ന് മനോരമ പത്രത്തിൽ അങ്ങ് എഴുതിയിട്ടതാ പാശ്ചാത്യരെ പറ്റി. അത് വിശ്വസനീയമാണ്. ഡെൻമാർക്കിലെ സ്ഥിതിയെ പറ്റി അവിടുത്തെ മെഡിക്കൽ ബുള്ളറ്റിൻ എന്താ എഴുതിയിരിക്കുന്നത്? 80% യുവതികളും വിവാഹത്തിന് മുമ്പ് ഗർഭം ധരിക്കുന്നു. ന്യൂയോർക്കിൽ ഈ അടുത്ത ദിവസം ഒരു എന്തോന്നുണ്ടായിരുന്നു. 18 വയസ്സിനുള്ളിലുള്ള പെൺകുട്ടികൾക്ക് കന്യകത്വം ഉണ്ടെന്ന് തെളിയിച്ചാൽ $15,000 ഇനാം കൊടുക്കുമെന്നൊരു മുതലാളി പ്രഖ്യാപിച്ചിട്ട് ഒറ്റ പെൺകുട്ടികൾക്ക് മുമ്പോട്ട് വരാൻ ധൈര്യം വന്നില്ല. ഈ രീതിയിൽ വൃത്തികേടിന്റെ അങ്ങേ അറ്റം സംസ്കാരത്തിന്റെ എല്ലാ സിമുകളും അതിലംഘിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരു സമൂഹമായി അധപ്പതിച്ചിരിക്കുന്ന പാശ്ചാത്യ പെണ്ണുങ്ങളിലേക്ക് നമ്മുടെ ഭാരതീയ വനിതകളെയും, അത് മുസ്ലിങ്ങളെന്ന് മാത്രം ഞാൻ പറയുന്നില്ല, ഭാരതീയ സ്ത്രീകൾക്കെല്ലാം മറ്റുള്ള സ്ത്രീകളെ അപേക്ഷിച്ച് കുറെ വൃത്തിയുള്ളവരാണ്. ഇവരെയും അങ്ങോട്ട് കൊണ്ടുപോയി അവിടെ കൊണ്ടുവന്ന് കെട്ടാനുള്ള ശ്രമത്തിലാണ് ഈ സ്വാതന്ത്ര്യവാദികൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബാധിക്കുന്നത്. ഇവിടുത്തെ ഗവൺമെന്റ് 40% എന്തോന്ന്, പാർലമെന്റിൽ 40% എന്തോ സംവരണം, സ്ത്രീ സംവരണം 40. നമ്മുടെ സമുദായത്തിൽ ചില അല്ലാമാര് അത് 50% വേണമെന്നാ ഇപ്പൊ 50%. എന്താ ഒരു ചിന്തിച്ചിട്ടോ പറയുന്നത്? ഭാഗത്തേക്ക് വയസ്സന്മാരും അപ്പം ഇവിടുത്തെ ഗവൺമെന്റ് കൊണ്ടുവന്നിട്ട് അസംബ്ലി പാർലമെന്റിൽ കൊണ്ടുവരാൻ സമ്മതിച്ചില്ല, ഓടിച്ചു. നല്ല സന്തോഷകരമായിരിക്കും. ഞാൻ പറഞ്ഞെന്താ, 500 ചില്ലാനം മെമ്പേഴ്സുള്ള പാർലമെന്റില് ഒരു 40% പെണ്ണുങ്ങളെ എടുക്കാണ്ട് എത്ര വരും? എത്ര പേരുണ്ട്? 10-200 പെണ്ണുങ്ങൾ വരുത്തില്ല. 200 പെണ്ണുങ്ങളും അവർക്കൊരു സെക്രട്ടറി, ഒരു ഗവൺമെന്റ്, എല്ലാം കൂടെ വരുമ്പോൾ 100-500 പെണ്ണുങ്ങള് അവിടെ MLA അല്ല പാർലമെന്റിന്റെ വോട്ടേഴ്സില് ഒരു 100-500 പെണ്ണുങ്ങൾ അവിടെ സ്ഥിരം താമസമായ എന്ത് രസമാണ്! എന്തിനാ പാർലമെന്റ് അസംബ്ലിയൊന്നും വേണ്ട, അവിടെ തന്നെ
എന്ത് റബ്ബേ കാണുന്നേ, മൃഗം കാണാതിരിക്കട്ടെ അറിയാതിരിക്കട്ടെ എന്ന് പറഞ്ഞൊരു പത്രക്കുറിപ്പ്. മൃഗം അറിയാതിരിക്കട്ടെ. ലണ്ടനിലെ ബയോൺ പോപ്പ് ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് ഒരു വല്ലാത്ത സംഭവം പത്രം റിപ്പോർട്ട് ചെയ്യുക. ഫെസ്റ്റിവലിൽ പങ്കെടുത്ത 2 ലക്ഷത്തോളം വരുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും ഇണചേർന്നുകൊണ്ട് നൂലുബന്ധമില്ലാതൊരു കുളിച്ച് അവസാനിച്ച് കയറി പോവുകയാണോ? അല്ല, നൂലുബന്ധമില്ലാതെ ലണ്ടൻ ടൗണിൽ കഴിഞ്ഞൊരു ഘോഷയാത്രയും അന്ന് ലൈംഗികമായ ഒരു കാട്ടിക്കൂട്ടിയ അനാശാസ്യങ്ങൾക്ക് ഡോക്ടർമാർ ഒരുപാട് പാടുപെടേണ്ടി വന്നു. എഴുതിയ പത്രത്തിന് എങ്ങോട്ടും പോകണം, ഞങ്ങളൊന്ന് പരീക്ഷണാർത്ഥം എന്റെ റൂമിലോട്ടൊന്ന് വന്നു നോക്കിയാൽ ഞാൻ തരുവാന്നറിയാം. എല്ലാം കൈ സൂക്ഷിച്ചുകൊണ്ടേ സംസാരിക്കുള്ളൂ. ഈ രീതിയിൽ പാശ്ചാത്യത്തിലേക്ക് കൊണ്ടുപോയി അത് നബി അന്ന് പറഞ്ഞു തന്നതാണല്ലോ. തത്തബിഉന്ന സനനമൻ ഖബലക്കും ശിബ്റൻ ബിശിബ്രിൻ ദിറാഅൻ ബിദിറാഇൻ ഹത്താ ലൗ സലകൂ ജുഹറൻ റബ്ബിൽ സലക്തുമൂഹു ഖാലു അൽയഹൂദു വന്നസാറാ ഖാല ഫമൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തത്തബിഉന്ന സനനമൻ ഖബലക്കും, നിങ്ങൾക്ക് മുമ്പുള്ള സമൂഹത്തോട് നിങ്ങൾ ഇഞ്ചിഞ്ചായി, അവിടെ ശിബ്റൻ ബിശിബ്രിൻ ദിറാഅൻ ബിദിറാഇൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന ഒരു ഭാഷയുണ്ടല്ലോ, ഇഞ്ചിഞ്ചായി, ആ അർത്ഥമേ ഉള്ളു. അവരെ നിങ്ങൾക്ക് മുമ്പുള്ള സമൂഹത്തോട് നിങ്ങൾ ഇഞ്ചിഞ്ചായി പിൻപറ്റും. ഒരു ഉടുമ്പിന്റെ പൊത്തിൽ അവർ കയറിയാൽ നിങ്ങളും കയറാൻ ശ്രമിക്കും. ഉടുമ്പിന്റെ പൊത്തെന്ന് പറയുന്നത് നാരോവേ എന്നായിരിക്കും ഉദ്ദേശം. അത്ര ഇടുങ്ങിയ ഒരു മാർഗം അവർ സ്വീകരിച്ചാൽ നിങ്ങളത് വിസ്തൃതമായ രാജവീഥിയായി കണക്കാക്കിക്കൊണ്ട് നിങ്ങളും അങ്ങോട്ട് ഇടപെടും, അങ്ങോട്ട് പോകാൻ ശ്രമിക്കുമെന്നാണ്. അപ്പൊ ഇഞ്ചിഞ്ചായി നിങ്ങൾക്ക് മുമ്പുള്ള സമൂഹത്തെ നിങ്ങൾ പിൻപറ്റുമെന്ന് പറഞ്ഞപ്പോൾ സഹാബത്ത് ചോദിച്ചു, ഈ മുമ്പുള്ള സമൂഹം എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്ന നബിയെ യഹൂദി നസാറാക്കളെയാണോ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ കാലഭമൻ അല്ലാതെ ആര്? അപ്പോൾ പാശ്ചാത്യരുന്നു അവരോട് ഇഞ്ചിഞ്ചായി നിങ്ങൾ പിൻപറ്റുമെന്ന് നബി എന്ന് പറഞ്ഞതാ. അവിടോട്ടാണ് സൂപ്പർ സോണിക് ജെറ്റ് വിമാനത്തിന്റെ വേഗത്തിൽ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് പെണ്ണുങ്ങളെ കൂടി അങ്ങോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടായിരുന്നു നടക്കുന്ന ഈ കോലാഹലങ്ങളെ. അല്ല, പെണ്ണുങ്ങൾക്ക് എന്തെങ്കിലും ഇസ്ലാം മതത്തിൽ പോരായ്മ ഉണ്ടായിട്ടല്ല, പെണ്ണുങ്ങൾക്ക് പോരായ്മയുള്ള മതവുമല്ല. പെണ്ണുങ്ങളെ ലോകത്ത് ജീവനോടുകൂടി സ്ത്രീകളെ കുഴിച്ചിട്ടിരുന്ന കാലഘട്ടത്തിലായിരുന്നു ഇസ്ലാമിന്റെ ഉത്ഭവം. ആ കാലഘട്ടത്തിൽ പെൺകുട്ടികളെ വളർത്തുവാനും അവരെ വിവാഹം കഴിച്ചു കൊടുക്കുവാനും അങ്ങനെ സ്ത്രീകൾക്ക് ഇസ്ലാമില് ഈ ഇപ്പോഴുള്ള അവസ്ഥയേക്കാൾ എത്രയോ ആ പെണ്ണുങ്ങൾ ജനിച്ചാൽ തന്നെ ജീവനോടുകൂടി കുഴിച്ചിട്ടു എന്ന് ഖുർആൻ തന്നെ നമുക്ക് സൂചന തരുന്നു. നാളെ മാഴ്ച വെച്ച് കുഴിച്ചിടപ്പെട്ട കൊന്നുകളഞ്ഞ കുട്ടികളോട് പടച്ചവൻ ചോദിക്കും, എന്ത് തെറ്റ് ചെയ്തിട്ടാ കുഞ്ഞുങ്ങളെ നിങ്ങളെ അവർ കുഴിച്ചിട്ടത്, നിങ്ങളെ അവർ വധിച്ചതെന്ന് അവരോട് കുട്ടികളോട് ചോദിക്കപ്പെടുമ്പോൾ എന്ന് ഖുർആനിലുണ്ടല്ലോ. അങ്ങനെ ജീവനോടുകൂടി പെൺകുട്ടികൾ കുഴിച്ചു മൂടപ്പെട്ട കാലത്ത് ഒരു പെൺകുട്ടിയെ ഭാര്യ പ്രസവിച്ചെന്നറിഞ്ഞാൽ വീട്ടിലോട്ട് വരാതെ ഭർത്താവ് വഴിയുന്നതിന് തിരിച്ചു പോകുന്ന കാലത്ത് അന്ന് മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞാലും ആ ജനത കേൾക്കത്തക്ക വിധത്തിലൊരു പ്രവർത്തന ശൈലി കൊണ്ട് ജനങ്ങളെ മുഴുവൻ ഹടാതെ ആകർഷിച്ച റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്, പ്രപഞ്ചനാഥന് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ അല്ലാഹു മാത്രമേ ആരാധ്യനുള്ളെന്നും ആ അല്ലാഹുവിന്റെ ആ പ്രവാചകനാണ് മുഹമ്മദ് നബി എന്നുമുള്ള ഈ പ്രതിജ്ഞ, ഇതിൽ നിന്നുകൊണ്ട് ഭൂലോകത്തെ മുഴുവനും സ്വായത്തമാക്കി ആ തത്വശാസ്ത്രം ഭൂലോകത്തെ കൊണ്ട് അംഗീകരിപ്പിച്ചത് മാത്രം ഒരു കാലഘട്ടത്തിൽ മാത്രമല്ല, അംഗീകരിപ്പിച്ചത് നിലനിർത്തിയിട്ട് ഖിയാമത്ത് വരെ അത് മായ്ച്ചു കളയാൻ ഒരു ശക്തിക്കും കഴിയാത്ത വിധം ഫിലിപ്പൈൻസിൽ നിന്ന് രാവിലെ സുബഹിക്ക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന മുക്കറി അങ്ങോട്ട് എഴുതി വിട്ടുകൊടുത്താൽ 24 മണിക്കൂറും ഭൂമിയുടെ അന്തരീക്ഷത്തിൽ മുഹമ്മദ് പ്രവാചകനാണേ, അല്ലാഹു അല്ലാതെ ആരാധ്യനില്ലേ, മുഹമ്മദ് പ്രവാചകനാണേ എന്നുള്ള ശബ്ദം ഈ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ 1 സെക്കൻഡ് പോലും പോകാത്ത വിധത്തിൽ
അത് നിലനിർത്തിയിട്ടാണ് ആ ജനത അങ്ങോട്ട് പോയത്. ഏത് ജനത? ഹിജാബിന്റെ ഉള്ളിൽ പെണ്ണുങ്ങളെ താമസിപ്പിച്ച ജനത. ഓർക്കുന്നുണ്ടോ? നിന്റെ തലയിൽ എന്തോന്നിന്റെ സാധനമായിരിക്കുന്നത് ഉണ്ടാക്കി കൊടുത്ത് കാര്യം പറ്റിക്കാൻ നടക്കുന്നത് കൗമേ. അങ്ങനെ വെറും 50 കൊല്ലം കൊണ്ട് ഭൂലോകം സ്വായത്തമാക്കിയെന്ന് വെറുതെ ചരിത്രമല്ല, അനുഭവത്തെ നിഷേധിക്കാൻ ആർക്കും സാധ്യമല്ലടോ. അനുഭവമല്ലേ. പഞ്ചസാരയ്ക്ക് കയ്പാണെന്ന് ഇപ്പൊ ലോകത്തുള്ള മുഴുവൻ വൈസ് ചാൻസലർമാർ കൂടെ പറഞ്ഞ് നമ്മൾ സമ്മതിക്കുമോ? ഇത് നമ്മുടെ അനുഭവമാണ് എന്ന് പറഞ്ഞതുപോലെ ലോകം മുഴുവനും ഇസ്ലാം സ്വായത്തമാക്കി എന്നുള്ളത് അനുഭവമല്ലേ? പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു രേഖപ്പെടുത്തിയിരിക്കുന്നു, ഇസ്ലാം which had made a strong impression on the world came to India in the early days on the basis of friendship and peace. Later kings of different countries did wage wars with each other, but that was in the political field. Islam came to India in a peaceful way and brought with it a message of peace. True to Indian tradition, she showed respect to this religion and welcomed it and gave praise to it. From those early times, Islam has been established here as a great religion. Islam which had made a strong impression on the world. എന്നെ നോക്കണോ? ഭൂലോകം മുഴുവനും, നെഹ്റുവായി പറയുന്നത്, ഭൂലോകം മുഴുവനും സ്വാധീനം സ്ഥാപിച്ച ഇസ്ലാം ഏതോ? ഇസ്ലാം which had made a strong impression on the world. ലോകം മുഴുവനും ശക്തിയായ സ്വാധീനം സ്ഥാപിച്ച ഇസ്ലാം ഏതോ? മനസ്സിലായത്? പണ്ഡിറ്റ് നെഹ്റു ആയി എഴുതുന്നത് ഇസ്ലാം which had made a strong impression on the world. ശക്തിയായ സ്വാധീനം ഭൂമിയിൽ സ്ഥാപിച്ച ഇസ്ലാം ഏതോ? ആ ഇസ്ലാം അതിന്റെ തുടക്കത്തിൽ തന്നെ ഇന്ത്യയിലേക്ക് വന്നു. എന്തും കൊണ്ടുവന്നു? ഓൺ ദ ബേസ് ഓഫ് ഫ്രണ്ട്ഷിപ്പ് ആൻഡ് പീസ്. സമാധാനത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശവും കൊണ്ടുവന്നു. നെഹ്റുവായി പറഞ്ഞു. അങ്ങനെ സമാധാനത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശവും കൊണ്ടുവിടാവുന്ന മുസ്ലിങ്ങളെ ട്രൂ ടു ഇന്ത്യൻ ട്രഡിഷൻ. നെഹ്റുവിന്റെ ശൈലി അത് പ്രത്യേക ഇംഗ്ലീഷാണ്. സാധാരണ നമ്മുടെ ഒന്നല്ല, സായിപ്പന്മാർ രചിച്ചു പോകുന്ന നെഹ്റുവിന്റെ ശൈലി. ട്രൂ ടു ഇന്ത്യൻ ട്രഡിഷൻ. അതിന് നേരെ അർത്ഥം പറഞ്ഞാൽ ഇന്ത്യ അതിന്റെ പാരമ്പര്യത്തിന് സത്യമാകുമാർ എന്നൊക്കെ അർത്ഥം വെക്കണം. ട്രൂ ടു ഇന്ത്യൻ ട്രഡിഷൻ. ഇന്ത്യ അതിന്റെ പാരമ്പര്യത്തിന് സത്യമാകുമാർ. She showed respect to this religion and welcomed it and gave praise to it. അതിനെ വെൽക്കം ചെയ്തു, സ്വാഗതം ചെയ്തു, ഒരു പദവി കൊടുത്ത് സ്വീകരിച്ചു ഇന്ത്യ മുസ്ലിങ്ങളെ. ഫ്രം ദോസ് early times, അന്ന് മുതൽ തന്നെ ഇന്ത്യയിൽ അതൊരു വലിയ മതമായി സ്ഥാപിതമാവുകയും ചെയ്തു ഇസ്ലാം. ഇങ്ങനെ ഇന്ത്യ ഉൾപ്പെടെ ഭൂലോകം മുഴുവനും 23-10-33 ഖുലാഫാന്റെ കാലഘട്ടം ഉൾപ്പെടെ 50 കൊല്ലം കൊണ്ട് ഭൂമി റോമാ സാമ്രാജ്യം ഉൾപ്പെടെയുള്ള ഇസ്ലാമിന്റെ കയ്യിലായി. അതൊന്നും സാമ്രാജ്യ വികസനമോഹമൊന്നുമല്ല. നല്ലവരാക്കി, ജനങ്ങൾ മുഴുവൻ നല്ലവരായി. ഒരു നേതാവിനെ അവർ സ്വീകരിച്ചു, അംഗീകരിച്ചു. ആ നേതാവിന്റെ പിന്നിൽ ഭൂലോകത്ത് ജനങ്ങൾ മുഴുവനും കള്ളം പറയാത്തവരും ചതിക്കാത്തവരും വഞ്ചിക്കാത്തവരും കള്ളു കുടിക്കാത്തവരും വ്യഭിചരിക്കാത്തവരും പരസ്പരം ആരെയും ഉപദ്രവിക്കാത്തവരും എല്ലാവരെയും സ്നേഹിക്കുന്നവരുമായ ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ മഹാനായ ഇസ്ലാമിന് സാധിച്ചു. ഈ പറഞ്ഞ മഹത്വം മുഴുവനും നേടിയെടുത്തപ്പോഴെല്ലാം പെണ്ണുങ്ങൾ അതിനകത്തായിരുന്നു. കൂടെ കൊണ്ടുവന്നിരുത്തിക്കൊണ്ടോ, ആണുങ്ങളെ മുമ്പിൽ നിർത്തിക്കൊണ്ടോ, 50% ഒപ്പം വെച്ചുകൊണ്ടോ അല്ല. അഖില ലോക ജനറൽ ജാഹിരെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതുകൊണ്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്കതിനൊന്നും ചെയ്യാൻ കഴിയില്ല, നിസ്സഹായരാണ്. ഇത് ഞാൻ പത്രത്തിൽ വായിച്ചപ്പോഴാണ്. ഇമാമിയങ്ങളിൽ പലരും ഉണ്ടല്ലോ. ഇപ്പൊ നമ്മുടെ കൂട്ടത്തിൽ അല്ലാമത്ത് ഇമാമും നമ്മള് ഇമാം മൊഹീദ്ദീൻ ഇബ്നു അറബി ഇമാം ഗസാലി എന്നൊക്കെ പറയുന്ന പോലെ ഇമാമിയങ്ങൾ ഇപ്പോഴും നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവരുടെ എന്തോന്നനുസരിച്ച് എടുക്കേണ്ടതല്ലേ? അല്ല, ഇമാമിയങ്ങളെല്ലാം നമ്മൾ എടുക്കണ്ടല്ലേ? ഇപ്പൊ 50% വേണം പെണ്ണുങ്ങള്. അപ്പോ ഏതായാലും ആകട്ടെ, പെണ്ണുങ്ങളെ പറ്റി ഒന്നും കൂടുതൽ നീ സംസാരിക്കണ്ട. ഈ പെണ്ണുങ്ങൾക്കുള്ള നിയമം ഞാനങ്ങ് പറയാം. ഖുർആനിൽ വേണമെങ്കിൽ എടുത്തോ, അല്ലെങ്കിൽ പോയി വേറെ എന്തെങ്കിലും പണി നോക്കൂ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പെണ്ണുങ്ങളെ സംബന്ധിച്ച് ഖുർആനിൽ എന്തോ പറഞ്ഞിരിക്കുന്നത് പറഞ്ഞിട്ട് ഞാൻ ഉദ്ദേശിച്ച വിഷയത്തിലോട്ട് കടക്കാം. എവിടെയാ ഉള്ളതെന്ന് ഞാൻ ആദ്യം പറയാം.
സൂറത്തുൽ അഹ്സാബിലെ 30 മുതൽ 34 വരെയുള്ള ആയത്ത്. സഹോദരിമാരുണ്ടെങ്കിൽ സൂറത്തുൽ അഹ്സാബിലെ 30 മുതൽ 34 ആയത്ത്, ഈ 2, 3, 4 ആയത്ത് നിങ്ങൾ നോക്കി കണ്ടുപിടിക്കും. എന്നിട്ട് മക്കത്ത് നിന്ന് വന്ന പരിഭാഷയുണ്ട്, നവീനവാദികളായ അതിന്റെ ഇമാമുൽ ആദംമാര് അംഗീകരിച്ച പരിഭാഷ. മക്കത്തുനിന്ന് ഇറങ്ങി വന്ന പരിഭാഷ നിങ്ങൾ വാങ്ങണം, മലയാള പരിഭാഷ. എന്നിട്ട് ഈ 4 ആയത്തിന്റെ അർത്ഥം നിങ്ങൾ അതിൽ നിന്നൊന്ന് മനസ്സിലാക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, മനസ്സിലാക്കുക, ശരിക്കും ശ്രദ്ധിച്ചോ ഞാൻ ഈ പറയുന്നത്. മക്കത്തുനിന്ന് വന്ന പരിഭാഷ ഖുർആന്റെ പരിഭാഷ മേടിക്കണം. അതിനകത്ത് സൂറത്തുൽ അഹ്സാബിന്റെ 30, 31, 32, 33, 34 ആയത്തിന്റെ അർത്ഥം പറയണം. അത് സഹോദരിമാർ പഠിച്ചേച്ചും പഠിപ്പിച്ചേച്ചും നിങ്ങൾ എന്തെങ്കിലും ചെയ്യൂ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അത് ഞാൻ നിങ്ങൾക്ക് അറിവിന് വേണ്ടി എല്ലാവർക്കും ഇപ്പൊ നോക്കാൻ കഴിയില്ല, ഞാൻ പറയാം. യാ നിസാ അന്നബി ലസ്തുന്ന കഅഹദിൻ മിനൻ നിസാഇ ഇൻ ഇത്തഖൈതുന്ന ഫലാ തഖ്ദഅന ബിൽ ഖൗലി ഫയത്മഅ അല്ലദീ ഫീ ഖൽബിഹി മറദുൻ فقلن قولا معروفا وقرن في بيوتكن فلا تبرجن تبرج الجاهلية الأولى وأقمنا الصلاة وآتينا الزكاة وأطعنا الله ورسوله إنما يريد الله ليذهب عنكم الرجس أهل البيت ويطهركم تطهيرا واذكرن ما يتلى في بيوتكن يا نساء النبي ഏ പ്രവാചക പത്നിമാരെ. അർത്ഥം പറഞ്ഞ് ശ്രദ്ധിച്ചോണ്ടേ. ഏ പ്രവാചക പത്നിമാരെ, ലസ്തുന്ന കഅഹദിൻ മിനൻ നിസാഇ യാ നിസാ നബി, ഏ പ്രവാചക പത്നിമാരെ. ഇതാരെ പറയുന്നത്? ഖുർആനിൽ അല്ലാഹു വിളിച്ചുകൊണ്ട് പറയുകയാണ്. എല്ലാവരും മനസ്സിലാക്കണം. ഏ പ്രവാചകന്റെ പത്നിമാരെ, ഭാര്യമാരെ, ലസ്തുന്ന കഅഹദിൻ മിനൻ നിസാഇ, നിങ്ങൾ സ്ത്രീകളിൽ ആരെപ്പോലെയുമല്ല. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? സ്ത്രീകളിൽ ആരെപ്പോലെ അല്ലേ? ബീവിമാരും ഉമ്മഹാത്തുൽ മുഅ്മിനീൻ അല്ലേ? ആരാണ് ഉമ്മഹാത്തുൽ മുഅ്മിനീൻ? റസൂലുള്ളാഹിയുടെ വഫാത്തിന്റെ അവസരത്തിൽ എത്ര ഭാര്യമാരാ? ആരൊക്കെയാ? അവരെ വിളിച്ചുകൊണ്ടായി പറയുന്നത്. ആയിഷവി ആയിഷത്തും വ ഹഫ്സത്തും വ സൂദ സഫിയ്യത്തും മൈമൂനത്തും വ റംല ഹിന്ദും വ സൈനബും കദാ ജുവൈരിയ. എന്റെ പേരക്കുട്ടിയുടെ പേര് ഹിന്ദെന്നാ, വീട്ടുപേര് അൽ ഹിന്ദെന്ന് എഴുതി വെച്ചിരിക്കും. ഓരോരുത്തർ വന്ന് അയ്യേ പെൺകുട്ടികൾക്ക് ഹിന്ദെന്ന് പേരിടുക, എന്താ ഇഷ്ട? മോളി എന്താ ഇഷ്ട? അത് ഹംസത്തുബിൻ അബ്ദുൽ മുത്തലിബിന്റെ കരള് കടിച്ചു തുപ്പിയോ? പെണ്ണല്ലേ? ആ പേരെടുത്ത് നമ്മുടെ കുട്ടികൾക്ക് ഇടുന്ന. അവരൊന്നും മറുപടി പറയത്തില്ല, ചിരിക്കൂ. അല്ല, ഉമ്മാത്തുൽ മുഅ്മിനീൻ ഹിന്ദുള്ള കൊശവൻ അറിയാമില്ല. ഉമ്മാത്തുൽ മുഅ്മിനീൻ തങ്ങളുടെ ഭാര്യമാരിലൊരു ഹിന്ദുണ്ടെന്നുള്ളതിന് സാധു അറിയില്ല. ആ ഹിന്ദെന്ന് പറയുന്നത് വെറും കുറഞ്ഞാളൊന്നുമല്ല. അജ്ജത്തുൽ അല്ല, ഹുദൈബിയ ഉടമ്പടിയിൽ റസൂലുള്ളാഹിയുടെ മനസ്സിൽ സമാധാനം ഉണ്ടാക്കി കൊടുത്ത ബീവിയാ. അവര് പറഞ്ഞ പോലെ ചെയ്തപ്പോഴൊക്കെ പ്രശ്നം അവിടെ നേരെയായത്. അതാ ഹിന്ദു, കൊച്ചാളൊന്നും അല്ല ഹിന്ദു ബീവി. അപ്പം സഹാബത്താരും മുടി മുറിക്കാനും മൃഗങ്ങളെ ഇറക്കാനും തയ്യാറായില്ലല്ലോ. ഇവരുമായിട്ടുള്ള കരാറ് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല സഹാബത്തിന്. അപ്പൊ നബിയെ ദേഷ്യപ്പെട്ടെങ്കിൽ അകത്തോട്ട് കയറിപ്പോയി, ഇവന്മാര് ചെയ്യുന്നില്ലെന്നും പറഞ്ഞു. അപ്പൊ ബീവി പറഞ്ഞു കൊടുത്തൊരു പണി അതനുസരിച്ചാ ചെയ്തപ്പോ എല്ലാരും നടപ്പാക്കി. ആ ഹിന്ദു. അപ്പൊ ആ ഹിന്ദു എന്ന് പറയുന്നത് റസൂലുള്ളാഹിയുടെ ഭാര്യമാര്. അവരുൾപ്പെടെ ആയിഷത്തും ഹംസത്തും സൂദ സഫിയ്യത്തും മൈമൂനത്തും റംല ഹിന്ദും വസൈനബും കദാ ജുവൈരിയ. ഈ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ എന്ന് പറയുന്ന റസൂലിന്റെ ഭാര്യമാരോടാണ് പറയുന്നത്. ഏ പ്രവാചക ഭാര്യമാരെ, നിങ്ങൾ സ്ത്രീകളിൽ ആരെപ്പോലെയുമല്ല. ലസ്തുന്ന കഅഹദിൻ മിനൻ നിസാഇ, എല്ലാ പെണ്ണുങ്ങളുടെ മാറും തലയും ബന്ധവും അവയവങ്ങളും എല്ലാം ബീവിമാർക്കുണ്ട്. പിന്നെ നിങ്ങൾ പെണ്ണുങ്ങളിൽ ആരെപ്പോലെ അല്ലെന്ന് പറഞ്ഞാൽ പദവിയുടെ കാര്യമായി പറഞ്ഞത്. നിങ്ങൾ മറ്റുള്ള സ്ത്രീകളെ പോലെ അല്ല, നിങ്ങൾക്ക് കൂടുതൽ പദവിയുള്ളവരാണ് എന്നായി പറയുന്നത്. അതുകൊണ്ട് ഇനിത്തക്കൈത്തുന്ന, ശരിക്കും അർത്ഥം നിങ്ങളങ്ങ് പഠിച്ചുകൊണ്ടങ്ങ് പോയാൽ മതി. ഏ പ്രവാചക പത്നിമാരെ, നിങ്ങൾ പെണ്ണുങ്ങളിൽ ആരെപ്പോലെയുമല്ല. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിന് വഴിപ്പെടാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ
ഇനി തക്കൈത്തുന്ന നിങ്ങൾ ധർമ്മനിഷ്ഠ പാലിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞുതരാം. പടച്ചോൻ പറയുക, എവിടെ ആരെ ഇഞ്ചു മുമ്പോട്ട് ഖുർആൻ അംഗീകരിക്കണം, ഖുർആനാണ് നമ്മൾ രക്ഷാണെന്ന് പറഞ്ഞ് നടക്കുന്നവനെ പരിശുദ്ധ ഖുർആനാണ് ഞാൻ ഈ പറയുന്നുള്ള ഓർമ്മയോടുകൂടി വേണം അതിനെ എതിർക്കാൻ കേട്ടോ. ഖുർആൻ 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 എന്ന് പറയുന്നവർ എല്ലാ വിഭാഗത്തിലുമുണ്ട്, സകല വിഭാഗത്തിൽപ്പെട്ടവരും ഖുർആൻ കൊണ്ടൊരു കളിയാണ്. അതിനകത്ത് നിന്ന് ആരെയും മാറ്റി നിർത്താനില്ല. ഖുർആൻ ക്ലാസ് ഖുർആൻ ക്ലാസ് ഖുർആൻ ക്ലാസ്, എന്തോ തേങ്ങാപ്പുണ്ണാക്ക് ക്ലാസ്സാ ഖുർആനെ കൊണ്ട് കാണുന്ന ക്ലാസ്. ഖുർആൻ എടുത്ത് വെച്ച് ഓതാൻ വഴിയടാ, ഖുർആൻ ചൊവ്വയൊന്ന് ഓതാൻ നിനക്കറിയോ? പിന്നെ ക്ലാസ് കൊടുക്കാൻ നടക്കും. അതിന് കുറെ പെണ്ണുങ്ങളെയും വിളിച്ചങ്ങോട്ട് ഇരുത്തും. അങ്ങനെ ഖുർആൻ ഗ്ലാസ് കുടിക്കാൻ പോകുന്ന പെണ്ണുങ്ങളെ നിങ്ങളിതേ ഖുർആനിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങളൊന്ന് കേട്ടോ. ഏതാ നബി തങ്ങളുടെ ഭാര്യമാരെ നിങ്ങൾ സ്ത്രീകളിൽ ആരെപ്പോലെയും അല്ലാതെ കൊണ്ട് ഇനിത്തക്കൈത്തുന്ന നിങ്ങൾ അല്ലാഹുവിന് വഴിപ്പെടാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ പോകുന്നു. ഒന്നാമത്തത്, ഫലാ തഖ്ദഅന ബിൽ ഖൗലി, അന്യന്മാരോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ വിനയമുണ്ടാകരുത്, വിനയാന്യതയായി സംസാരിക്കരുത്. അന്യന്മാരോട് എന്തെങ്കിലും കാര്യം മറയുടെ അപ്പുറത്ത് നിന്നുകൊണ്ട് സംസാരിക്കാമെന്ന് പറഞ്ഞല്ലോ. സംസാരിക്കുമ്പോൾ നിങ്ങൾ വിനയ നിർഭരമായ ഭാഷയിൽ സംസാരിക്കരുത്. വീട്ടിൽ വന്ന് ചോദിച്ചു, മൗലവിയുണ്ടോ? ഇല്ല. എവിടെ പോയി? ആലപ്പുഴ പോയി. എപ്പോ വരും? അറിയില്ല. ആ മറുപടിയുടെ ശൈലി കേട്ടാൽ പിന്നെ കൂടുതലൊന്നും പറയാൻ തോന്നത്തില്ല. അല്ലാതെ ആന്നേ പോന്നേ ആണേ ഇരുന്നാട്ടെ വന്നിട്ടാട്ടെ എന്ന് പറഞ്ഞ വർത്താനം പറയാൻ നിൽക്കരുത് കേട്ടോ. അപ്പൊ സ്ത്രീകൾ എന്ത് വേണം? വിനയ നിർഭരമായി അന്യരോട് സംസാരിക്കരുത്. അതേ സമയത്ത് മാന്യമായി സംസാരിച്ചു വിട്ടോളണം. എന്താണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്? ഈ വരുന്നവരുടെ കൂട്ടത്തിൽ ഹൃദയരോഗമുള്ളവരുണ്ടാകും. അവര് നിങ്ങളോട് പ്രേമിച്ചു കളയും നിങ്ങളുടെ വർത്താനം കേട്ടാൽ എന്ന് തുറന്നു പറഞ്ഞു ഖുർആൻ. ഇനിത്തഖൈത്തുന ഫലാ തഖ്ദഅന ബിൽ ഖൗലി ഫയത്മഅ അല്ലദീ ഫീ ഖൽബിഹി മറദുൻ. ഹൃദയത്തിൽ രോഗമുള്ളവരുണ്ട്. അവർ നിങ്ങളോട് ആശയുണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മാന്യമായി സംസാരിച്ചു വിട്ടോളണം. അപ്പൊ നിങ്ങൾ തഖ്വ ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ പെണ്ണുങ്ങളെ അന്യന്മാരോട് സംസാരിക്കുമ്പോൾ മാന്യമായി സംസാരിക്കുക. കൂടുതൽ വിനയം ഒന്നും കാണിക്കാൻ നിൽക്കണ്ട. ഉമ്മഹാത്തുൽ മുഅ്മിനീനോട് പറഞ്ഞു കൊടുക്കുന്ന ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം കേട്ടോണം, കർണഫി ബുയൂത്തിക്കുന്ന നിങ്ങൾ വീട്ടിന്റെ തടഞ്ഞു ഒതുങ്ങിയിരുന്നോണം. അങ്ങനെ ഉണ്ടോ ഖുർആൻ? ഖുർആൻ നമുക്ക് വേണ്ട. അത് ശരി, അത് ഞാൻ അംഗീകരിച്ചു. അല്ലാതെ ഖുർആന്റെ ആൾക്കാരാണ് ഞങ്ങൾ, ഖുർആന്റെ അനുയായികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ കൊടുതാഴത്ത് നിന്ന് ഇതിനെക്കൊണ്ട് സമാധാനം പറയിപ്പിച്ചേ വിടുകയുള്ളൂ. ഈ ആദ്യ ഖുർആൻ നമുക്ക് വേണ്ട. ഓ ലഡ്ഡം ഗോ, അവരെ വിട്ടേക്കില്ല. അവർ നമ്മളുമായിട്ട് ചർച്ചയും വേണ്ട. അതേസമയത്ത് നമ്മൾ ഖുർആന്റെ അനുയായികളാണെങ്കിൽ ഖുർആൻ പറയുന്നു, ഒന്നാമത്തെ അന്യന്മാരോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ സൂക്ഷിച്ച് വർത്താനം പറയണം. ഒന്ന്, നിങ്ങൾ നല്ല തഖ്വ ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ, നിങ്ങൾ അല്ലാഹുവിന്റെ പൊരുത്തത്തിൽ ജീവിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഒന്നാമത് വർത്താനം സൂക്ഷിക്കണം. രണ്ടാമത്തത് കർണഫി ബുയൂത്തിക്കുന്ന വീട്ടിന്റെ തടഞ്ഞു നിന്നിരിക്കണം. കർണഫി ബുയൂത്തിക്കുന്ന ജാഹിലിയ്യത്തിലൂടെ മുമ്പ് ജാഹിലിയ കാലത്ത് ഖുറൈശി പെണ്ണുങ്ങൾ കാണിച്ച പോലെ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റത്തില്ല. അത് മാത്രമല്ല, നിങ്ങൾ നിസ്കരിക്കുകയും വേണം. വീട്ടിലകത്ത് അടങ്ങി ഒതുങ്ങിയിരിക്കണം. നിങ്ങൾ നിസ്കരിക്കുകയും വേണം. വീട്ടിലകത്ത് അടങ്ങി ഒതുങ്ങിയിരിക്കണം. നിസ്കരിക്കാൻ പള്ളിയിൽ പോയിക്കോണം. നിന്റെ ചൂടൊന്നും പടച്ചോരില്ല. പടച്ചോര് നിലയ്ക്ക് ചൂടൊന്നുമില്ല. നീ പെണ്ണുങ്ങളോട് പറയും, നീ വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരിക്കണം, നിസ്കരിക്കാൻ വേണമെന്ന് പറഞ്ഞാൽ വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരിക്കണം, നിസ്കരിക്കാൻ പള്ളിയിൽ പോയിക്കോളൂ. കേട്ടോ? അപ്പൊ വഖർനഫീ ബുയൂത്തികുന്ന ഫലാ തബറജ ജാഹിലിയ്യത്തിൽ ഉലാവാക്കുന്ന സ്വലാത്ത, നിസ്കാരം പതിവാക്കണം. പിന്നെ വാക്കുന്ന സ്വലാത്ത വാത്ത് സക്കാത്ത് കൊടുക്കുകയും ധർമ്മം കൊടുക്കുകയൊക്കെ വേണം. പിന്നെ അല്ലാഹുവിനും റസൂലിനും ശരിക്കും വേണ്ടതുപോലെ വഴിപ്പെടുകയും വേണം. അപ്പം നിങ്ങൾ വീട്ടിനകത്ത് ഒന്നാമത്തെ സംസാരം ആരെങ്കിലും വന്നുകൊണ്ട് ചോദിച്ചാൽ മാന്യമായി സംസാരിക്കണം. അവരോട് വലിയ വിനയം കാണിക്കരുത്. വീട്ടിന്റെ അകത്ത് അടങ്ങി വന്നിരുന്നുകൊണ്ട് നിസ്കരിക്കുകയും ഇബാദത്ത് എടുക്കുകയും ചെയ്യണം.
നിങ്ങളുടെ വീട്ടിനകത്ത് വെച്ച് ഓതുന്നതിനെ പറ്റി നിങ്ങൾ ചിന്തിക്കുകയും വേണം. വധുക്കുർണമായി ഉത്തരാഫി ഉപയോഗിക്കുന്ന നിന്റെ വീടിന്റെ അകത്ത് വെച്ച് നീ പാരായണം ചെയ്യുന്ന അതിനെപ്പറ്റി നീ ചിന്തിക്കുകയും വേണം. വീട്ടിനകത്ത് വെച്ച് പാരായണം ഇനി എന്തോ അവിടെ മറിച്ച് പറയാനാ എനിക്കറിയില്ല. വധുക്കുർണമായി ഉത്തരാഫി ഉപയോഗിക്കുന്ന നിന്റെ വീട്ടിന്റെ അകത്ത് വെച്ച് ഓതപ്പെടുന്നതിനെ പറ്റി നിങ്ങൾ ആലോചിക്കുകയും വേണം, ചിന്തിക്കണം അതിനെപ്പറ്റി. അപ്പം ഒരു സ്ത്രീ നല്ലവരാകാൻ, അല്ലാഹുവിന് വഴിപ്പെട്ട മൂല്യങ്ങളാകാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ബീവിമാരോടായി പറഞ്ഞത്, അന്യന്മാരോട് സംസാരിക്കുമ്പോൾ വിനയാന്വിതയായി സംസാരിക്കരുത്. വീട്ടിനകത്ത് അടങ്ങി ഒതുങ്ങിയിരിക്കണം. നിസ്കരിക്കുകയും ധർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യണം. ഖുർആൻ വീട്ടിനകത്ത് വെച്ച് ഓതുകയും അതിനെപ്പറ്റി നിങ്ങൾ ചിന്തിക്കുകയും ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ സ്ത്രീകളെ എങ്ങോട്ടൊക്കെ കൊണ്ടുപോകണം നിങ്ങൾ തീരുമാനിച്ചോളൂ പ്രിയപ്പെട്ട സഹോദരങ്ങൾ. ഇതിനെ പ്രതിഷേധിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല. ഇത് ലോകം മുഴുവൻ അംഗീകരിച്ചു പോയിട്ടുള്ളൊരു കാര്യമാണ്. ഈ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിച്ച ഒരു കാലഘട്ടമാണ് ഞാൻ പറഞ്ഞ 23-50 കൊല്ലം കൊണ്ട് ഭൂമിയിൽ അവര് ആധിപത്യം സ്ഥാപിച്ച ആൾക്കാർ. അതോടെ ചേർത്തെങ്കിലേ ശരിയാകുന്നുണ്ട്. ഏത് അവരെന്ത് സാധിച്ചു? അവരിങ്ങനെ ഈ പറഞ്ഞ പോലൊക്കെ ജീവിച്ചിട്ട് അവരെന്ത് നേടി? അവർ നേടിയല്ലാതെ ഞാൻ പറഞ്ഞല്ലോ, ഈ പറഞ്ഞ 100 ചില്ലുവാനും രാജ്യങ്ങൾ അന്ന് സഹാബത്ത് നേടിയല്ലേ. അതിന്റെ അംശം കയ്യിൽ നിന്ന് റോമാ സാമ്രാജ്യമൊക്കെ പോയതിനു ശേഷം ഇന്ത്യ ഉൾപ്പെടെയുള്ള ആ AD 711 സിന്ധിൽ മുഹമ്മദ് ബിൻ ഖാസിം ഭരണം തുടങ്ങിയത് മുതൽ AD 1857 സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയ ബഹദൂർ ഷാ സഫറിന്റെ കാലം വരെ 1000 ചില്ലുവാനും കൊല്ലം ഇന്ത്യ മുസ്ലിങ്ങൾ ഭരിച്ചിരിക്കുക. അറിയാവോ? ഇവിടുന്ന് മുസ്ലിങ്ങൾ നിഷ്കാസനം ചെയ്യപ്പെടണം, അവരിവിടുന്ന് പോകണമെന്ന് ഇവിടുത്തെ ഒരൊറ്റ ഹിന്ദുക്കളും ആഗ്രഹിച്ചില്ല. Later kings of different countries did make wars with each other, but that was in the political field. അവർ പറയുന്നു ഒരു മതപരമായ കുഴപ്പമേ ഉണ്ടായിട്ടില്ല ഈ 1000 കൊല്ലത്തെ ചരിത്രത്തിൽ. പിന്നെ നാട്ടുരാജാക്കന്മാരുടെ യുദ്ധം ഉണ്ടായിട്ടുണ്ട്. ദാറ്റ് വാസ് ഇൻ ദ പൊളിറ്റിക്കൽ ഫീൽഡ്. രാഷ്ട്രീയമായിരുന്നു രാജാക്കന്മാരുടെ ഉണ്ടായ കുഴപ്പങ്ങൾ. അല്ലാതെ ഇസ്ലാം എന്ന പേരിൽ, ഹിന്ദുക്കൾ എന്ന പേരിലും ഒരു കുഴപ്പം ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ലെന്ന് പണ്ഡിറ്റ്ജിയായി പറയുന്നത്. അത് അവരെല്ലാം അത് ചിന്തിച്ച് സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ രാജ്യത്ത് വാളോ പരീക്ഷയോ ബോംബോ ആറ്റം ബോംബോ ഇതൊന്നും കൊണ്ടുവന്നല്ല ഇസ്ലാമിനെ ഈ രാജ്യത്ത് പ്രചരിപ്പിച്ചത്. ഈ രാജ്യത്ത് ഒരു രാജാവും ഇവിടെ ഒന്നും ചെയ്തില്ല. 1000 കൊല്ലം ഈ രാജ്യം ഭരിച്ച ഇന്ത്യൻ ഭരണാധികാരികൾ ഈ രാജ്യത്തെ മുസ്ലിങ്ങളുടെ പുരോഗതിക്ക് വേണ്ടി അതിന്റെ എണ്ണം വർദ്ധിക്കാൻ ഒരു വില നിൽക്കുകയൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഈ സമുദായം എങ്ങനെ ഇവിടെ ഉണ്ടായി? അത് മുഴുവനും അല്ലാഹുവിന്റെ ഔലിയാക്കളാണെന്ന് ശ്രീമതി ഇന്ദിരാഗാന്ധി എഴുതി വെച്ചിരിക്കുന്നു. എഴുതിയല്ല പ്രസംഗിക്കുന്നു. എന്താ ഔലിയാക്കളെ പറ്റിയ ഇന്ദിരാഗാന്ധി ആരാ? സുന്നി, ഒന്നാം തരം സുന്നി. ഡൽഹിയിൽ വെച്ച് എന്നാണ് ഈ MESകാരുടെ ഒരു വാർഷിക സമ്മേളനം. ഹിജറ 20-ാം നൂറ്റാണ്ട് അല്ല ഹിജറ 400-ന്റെ വാർഷികം നടക്കുമ്പോൾ എല്ലാവരും എന്തൊക്കെ ഭയങ്കര പബ്ലിസിറ്റി, എന്തോ ആയി സംഭവം എന്ന് മനസ്സിലാക്കുന്ന MESകാരും മുസ്ലിം ലീഗുകാരും സുന്നികളും ഒക്കെ ആയിട്ട് ഭയങ്കര എതിർപ്പുള്ള കാലമാണ്. പക്ഷെ അന്ന് ഞാൻ ഡോക്ടർ അബ്ദുൾ ഗഫൂറൊക്കെ ആയിട്ട് വലിയ അടുപ്പമുള്ള, ഞാനും ഡോക്ടറുമായിട്ട് സംസാരിച്ച എൻ്റെ ടെലഫോൺ സന്ദേശം ചോർത്തിയിട്ടുണ്ട്. അത് എന്തോ മൗലവി സംസാരിക്കുന്നതെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെയൊന്നും അവിഹിതമായിട്ടൊന്നും സംസാരിക്കത്തുമില്ല, എവിടെയും ഒരു കൂട്ടുകെട്ടും എനിക്കില്ല. അപ്പം ഇവിടെ എന്ത് നടക്കുന്നു അറിയാമെന്ന് വിചാരിച്ചിട്ട് ആ പബ്ലിക്കിന്റെ ഗാലറിയിൽ ഇരുന്നുകൊണ്ട് അങ്ങോട്ട് നോക്കുമ്പോൾ സമയമായപ്പോൾ ഒരു സാധാരണ കാറ് പോർച്ചുഗൽ വന്നു. അവിടെ ഒരു പച്ച പുതപ്പ് പോതിട്ടുള്ള ഒരാള് വരാന്തയിൽ കഴിഞ്ഞ് നടന്നു പോകും. ആരാണെന്ന് വിളിച്ചില്ല. ആ സ്റ്റേജിന്റെ നേരെ അപ്പുറത്ത് വന്നിട്ട് സ്റ്റേജിലോട്ട് കയറി ആ വാതിക്കെ കഴിഞ്ഞു. എന്നിട്ട് ഈ പുതപ്പങ്ങോട്ട് എടുത്തപ്പോഴാ കയറിപ്പോയി. അല്ലെ പ്രൈം മിനിസ്റ്ററല്ലേ വന്നത്? ഇന്ദിരാഗാന്ധി മുഖതിയായി ഉദ്ഘാടനം ചെയ്യാൻ വന്നതാ. വന്നുകൊണ്ട് നല്ലൊരു ചെറിയ ഹ്രസ്വമായൊരു വെൽക്കം സ്പീച്ച്. അത് കഴിഞ്ഞുകൊണ്ട് ശ്രീമതി ഗാന്ധി പ്രസംഗം ആരംഭിച്ചു, ഉദ്ഘാടന പ്രസംഗം. ആ പ്രസംഗം ഇന്ത്യ ഗവൺമെന്റ് ലോകം മുഴുവനും ഇന്ദിരാഗാന്ധിയുടെ ഫോട്ടോ വെച്ചിട്ട് ഇസ്ലാം ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞ് അടിച്ചിട്ട് ഭൂലോകം മുഴുവൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഡൽഹിയിലും ഉള്ളതിന്റെ കോപ്പി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ പ്രസംഗത്തില് അവർ പറഞ്ഞു ഇസ്ലാം ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞ ആ പ്രസംഗത്തിൽ അവർ പറഞ്ഞു ദി ഇൻഫ്ലുവൻസ് ഓഫ് ഇസ്ലാമിക് സയൻസ് ആൻഡ് ഡിവൈൻസ് വാസ് മച്ച് മോർ റെസ്പോൺസിബിൾ
for the spread of their faith in India than the political power of the rulers. ഈ രാജ്യത്ത് ഇസ്ലാമിന്റെ സ്വാധീനം പരക്കാൻ ഇടയാക്കിയത് പുണ്യവാളന്മാരായ ഔലിയാക്കന്മാരാണ്. than the political power of the rulers. ഇവിടെ 1000 കൊല്ലം ഭരിച്ച ലീഡേഴ്സ് ആരുമല്ല, ഇവിടുത്തെ ഔലിയാക്കന്മാരാണ് ഇസ്ലാമിനെ ഇവിടെ പരത്താൻ സഹായിച്ചത്. എന്നിട്ട് അവർ നിർത്തിയില്ല. ലൈക്ക് നിസാമുദ്ദീൻ ഔലിയ, ഖാജ മുഈനുദ്ദീൻ ചിശ്തി ആൻഡ് ബാബ ഖാജ മുഈനുദ്ദീൻ അയിന് തന്നെയാണ് ഇന്ദിരാഗാന്ധി ഉപയോഗിക്കുന്നത്. അല്ലാതെ അവിടെ അയിന് പറയാൻ നമ്മുടെ ഇടയിലുള്ള ആൾക്കാരുടെ ബുദ്ധിമുട്ടൊന്നും ഇന്ദിരാഗാന്ധിക്കില്ല. ഖാജ മുഈനുദ്ദീൻ ചിശ്തി എന്ന് തന്നെയാ പറയുന്നത്. അപ്പം അത് നിസാമുദ്ദീൻ ഔലിയാന്നും ഈ തീവണ്ടി നിസാമുദ്ദീന്റെ ദർഗയിലേക്ക് പോകുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഇന്ദിരാഗാന്ധി പറഞ്ഞ ഈ ഔലിയാക്കന്മാരുടെ പേര് പലതും ഞാൻ പഠിച്ചത്. എനിക്ക് ആകപ്പാടെ ഖാജ സുൽത്താനുൽ ഹിന്ദ്, ഖാജ മുഈനുദ്ദീൻ മാത്രമേ അറിയാറുള്ളൂ. ഇതെല്ലാം ഇന്ദിരാഗാന്ധിയുടെ പ്രസംഗത്തിൽ നിന്നാണ്. ലൈക്ക് നിസാമുദ്ദീൻ ഔലിയ, ഖാജ മുഈനുദ്ദീൻ, ലൈക്ക് സയൻസ് നിസാമുദ്ദീൻ ഔലിയ, ഖാജ മുഈനുദ്ദീൻ ചിശ്തി and Baba Farid had profound influence of leaders of their days and also on the common people. ഈ പറഞ്ഞ ഔലിയ പുണ്യവാളന്മാർക്ക് സാധാരണക്കാരുടെ ഇടയിലും ബുദ്ധിജീവികളുടെ ഇടയിലും ഭയങ്കര സ്വാധീനമായിരുന്നു. അവരാണ് ഈ രാജ്യത്ത് ഇസ്ലാമിനെ പ്രചരിപ്പിച്ചത്. അങ്ങനെ അവരാൽ പ്രചരിപ്പിക്കപ്പെട്ടതാണ് ഈ രാജ്യത്ത് ഇസ്ലാം. ഇന്ത്യ ഒട്ടുക്കത് പരന്നു. ഈ രാജ്യം 1000 കൊല്ലം ഭരിച്ചു. ഇസ്ലാമിന്റെ സന്ദേശങ്ങളും ഇസ്ലാമിന്റെ സംസ്കാരങ്ങളും ഇസ്ലാമിന്റെ സംഭാവനകളും ആ പ്രസംഗത്തിൽ അവർ പറഞ്ഞു. ദ കോൺട്രിബ്യൂഷൻ ഓഫ് ഇസ്ലാം അത്രയും അവർ പറയേണ്ടത് എനിക്ക് തോന്നിപ്പോയി. കാരണം ബിജെപിക്കാരും ഒക്കെ ഇരിക്കുന്നത്, അവർക്കൊക്കെ അത് വിഷമം ഉണ്ടാക്കുന്നതല്ലേ. അപ്പൊ ഇന്ദിരാഗാന്ധിക്ക് വല്ലതും നെഹ്റു കുടുംബത്തിലാവുന്ന അവർ മൈൻഡ് ചെയ്യത്തില്ല. അവർ പറയേണ്ടതെന്ന് പറയും. ആ പ്രസംഗത്തിൽ അവർ പറയുന്നു, ദ കോൺട്രിബ്യൂഷൻ ഓഫ് ഇസ്ലാം ഇൻ ദ ഫീൽഡ്സ് ഓഫ് മാത്തമാറ്റിക്സ്, ആസ്ട്രോണമി, മെഡിസിൻ, ആർക്കിടെക്ചർ, മ്യൂസിക് ആൻഡ് അവർ ഹാൻഡിക്രാഫ്റ്റ്സ് വെൽ നോ. കൊച്ചു പെമ്പിള്ളേർ സംസാരിക്കുന്നവരാണല്ലോ ഇന്ദിരാഗാന്ധിയുടെ സൗണ്ടേ. അപ്പം എന്നിട്ട് ഇൻഫാക്ട് എന്താ പറഞ്ഞത്, ഇസ്ലാമിന്റെ സംഭാവനകൾ, ദ കോൺട്രിബ്യൂഷൻ ഓഫ് ഇസ്ലാം ഇൻ ദ ഫീൽഡ്സ് ഓഫ് മാത്തമാറ്റിക്സ്, നിങ്ങൾക്കെല്ലാം അറിയാം, ഞാൻ പറയേണ്ടതാണ്. ഇന്നത് മായന എല്ലാം പറയാനെന്ന് എനിക്ക് വയ്യ. മാത്തമാറ്റിക്സ്, ആസ്ട്രോണമി, മെഡിസിൻ, ആർക്കിടെക്ചർ, മ്യൂസിക് ആൻഡ് അവർ ഹാൻഡിക്രാഫ്റ്റ്സ് വെൽ നോ എന്ന് പറഞ്ഞിട്ട് ശ്രീമതി ഗാന്ധി ഇൻഫാക്ട് എന്ന് പറഞ്ഞിട്ട് കുറച്ചു നേരം ഒരു അല്പം നിന്ന് രണ്ടാമത് ആഞ്ഞു പിടിച്ചൊരു ശബ്ദത്തോടുകൂടി ഇൻഫാക്ട് ബട്ട് ഫോർ ദിസ് കോൺട്രിബ്യൂഷൻ ഇന്ത്യ വുഡ് നോട്ട് ബി വാട്ട് ഇറ്റ് ഈസ് ടുഡേ. ഞെട്ടിപ്പോയി ഞാൻ. ഇസ്ലാമിന്റെ ഈ തരത്തിലുള്ള ഇസ്ലാമിന്റെ സംഭാവനകൾ ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ത്യ ഇന്നെന്തായോ അതാവുമായിരുന്നില്ല. ഇൻഫാക്ട് ബട്ട് ഫോർ ദിസ് കോൺട്രിബ്യൂഷൻ ഇന്ത്യ വുഡ് നോട്ട് ബി വാട്ട് ഇറ്റ് ഈസ് ടുഡേ. അതായത് പറഞ്ഞ ഇസ്ലാമിന്റെ സംഭാവനകളില്ലായിരുന്നെങ്കിൽ ഇന്ത്യ ഇന്നെന്തായോ അതാവുമായിരുന്നില്ല. ഇത് ഈ അറബികൾ, ഈ യഹൂദി നസാറാക്കളുടെ കാല് കഴുകി അവരുടെ എന്തൊക്കെ അവർ ചെയ്യുന്നത് കക്കൂസ മുഴുവൻ കഴുകിയാൽ ഇതുപോലത്തെ ഒരു വാക്ക് അവരുടെ നിന്ന് കിട്ടുമോ? ഇസ്ലാമിനെ സംബന്ധിച്ച് ഇന്ത്യയിലെ നേതാക്കൾ പറയുന്ന പോലത്തെ ഇതുപോലത്തെ ഒരു വാക്ക്, നന്ദി പുരസ്സരം ആ കൗമിന്റെ അടുത്ത് കിട്ടുമോ? അറബികൾ കാലിൽ ചെരുപ്പ് എടുക്കുന്ന ഹമുക്കുകളെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കോ, കിട്ടത്തില്ല. ഓരോ നിമിഷവും നിങ്ങൾ ഇങ്ങനെ എരിഞ്ഞു താന്നുകൊണ്ടിരിക്കല്ലേ. എപ്പോഴാണ് രാജാക്കന്മാരുടെ നേരെ നോക്കിക്കൊണ്ടത് ഹാൻഡ്സ് അപ്പ് എന്നവർ പറയുന്നത് പ്രതീക്ഷിച്ചിരുന്നാൽ മതി പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അങ്ങനെ അപ്പൊ ഞാൻ പറഞ്ഞ എന്താണ്, നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ സ്ത്രീകളെ ജീവിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയ മുസ്ലിമീങ്ങൾ ഇന്ത്യ ഉൾപ്പെടെ ലോകം മുഴുവനും അവർ സ്വന്തമാക്കി, അവർ ഭരിച്ചു. ലോകത്തെ ഏറ്റവും ഉന്നത സമുദായം എന്ന് പേര് കിട്ടി. ലോകത്തെ 100 നേതാക്കന്മാരെ തിരഞ്ഞെടുത്ത കൂട്ടത്തിൽ ഒന്നാമത്തെ നേതാവായിട്ട് മഹാനായ മുഹമ്മദ് നബിയെയും അംഗീകരിച്ചു. ഇല്ലേ? ദി 100 എന്ന പുസ്തകത്തിൽ ഒന്നാമത്തെ പേരുകാരനായിട്ട് നേതാവിനെയും അംഗീകരിച്ച് ആ നേതാവിന്റെ നടപടിക്രമങ്ങൾ അതിനെയും വാഴ്ത്തി പറഞ്ഞു. ജോർജ് ബെർണാഡ് ഷാ ആരെങ്കിലും അംഗീകരിക്കോളൂ, ഒരുത്തരെ അംഗീകരിക്കുന്ന ആളല്ല ബെർണാഡ് ഷാ. അയാൾ പറയുന്നു എന്നെ പോലത്തെ വലിയ ആളെന്നേ പറയത്തുള്ളൂ, തിമറൊന്നും അല്ല, അത്ര വലിയ ബെർണാഡ് ഷാ. ഡോക്ടർ ബെർണാഡ് ഷാ എന്ന് പറയുന്നത് ആരെയും അങ്ങനെ അയാൾ അംഗീകരിച്ചു. ഭയങ്കര മനുഷ്യനാണ്. ദി വേൾഡ് മസ്റ്റ് ഡൗട്ട്ലെസ് attach high value to the presence of great men like me
എന്നെ പോലത്തെ വലിയ ആളുകൾ എന്നാ പറയുന്നത്. എന്നെ പോലത്തെ വലിയ ആളുകൾ പറയുന്ന കാര്യത്തിന് ലോകം വിലവയ്ക്കും എന്നെനിക്കറിയാം. നബിയെ പറ്റി അങ്ങോട്ട് പറഞ്ഞേച്ചും പറഞ്ഞതാണ്. എന്നെ പോലത്തെ വലിയ ആളുകൾ, വലിയ ആളാ, അത്ര ഒരു കാണാൻ കൊള്ളത്ത് ഇത്രയും വിരൂപരായ ഒരാളിനെ കാണത്തില്ല. ബർണാഡ് ഷാ അന്നത്തെ ലോകത്തെ ഏറ്റവും വലിയ സുന്ദരി മൂപ്പരെടുത്ത് എന്നേ മനുഷ്യർ അങ്ങനെ കല്യാണം കഴിക്കണം. എന്താ അവിടെ ചോദിച്ചാ, എടി പെണ്ണെ നിനക്ക് വട്ടം, നീ ലോക സുന്ദരി, ലോകത്തിന്റെ തന്നെ സുന്ദരി, ഞാൻ ലോകത്തെ ഏറ്റവും കാണാൻ കൊള്ളാം, എന്നെ കല്യാണം കഴിക്കാൻ നിനക്ക് താല്പര്യം വന്നെങ്കിലാടി പെണ്ണെ, എനിക്ക് മനസ്സിലാകുന്നു. അപ്പോൾ സർ, ഞാൻ അങ്ങനെ ചിന്തിക്കാൻ കാരണം മറ്റൊന്നുമല്ല, അങ്ങയുടെ ബുദ്ധിയിലും എൻ്റെ സൗന്ദര്യത്തിലും ഒരു കുട്ടി അങ്ങ് ജനിച്ചു പോയാൽ ലോകത്തിന് എന്തൊരു സമ്പത്തായിരിക്കും. എൻ്റെ സൗന്ദര്യവും അങ്ങയുടെ കഴിവും ഒരു കുട്ടിക്ക് ചേർന്ന് ഒരു കുട്ടി ജനിച്ചാൽ ലോകത്തിന് എന്തൊരു സമ്പത്തായിരിക്കും എന്ന് ചോദിച്ചു. അപ്പോൾ ഒന്ന് ചിരിച്ചപ്പോൾ ഷാജു ബർണാഡ് ഷാ ചോദിച്ചു, മോളെ നീ ചിരിച്ചൊന്ന് ചിന്തിച്ചേന്ന്, നിന്റെ ബുദ്ധിയും എന്റെ സൗന്ദര്യവും കൂടി ഒരു കുട്ടി ജനിച്ചാൽ ലോകത്തിന് എന്തൊരു ശാപമായിരിക്കും എന്ന് ചോദിച്ചു. സാർ ഐ പ്രോഫിറ്റ്സ് എന്ന് പറഞ്ഞു, ഞാൻ വിട്ടെന്ന് പറഞ്ഞു. ഞാൻ അഭിപ്രായത്തിൽ അതിന് പെണ്ണല്ലേ, പെണ്ണിന്റെ തലയിൽ ആള് താമസം കുറവാണല്ല. അപ്പം ചോദ്യം ഇങ്ങോട്ട് വന്നപ്പോ എന്റെ സൗന്ദര്യവും നിന്റെ ബുദ്ധിയുമായിട്ടുള്ള ജനിച്ചുകൂടുന്നില്ലല്ലോ, അങ്ങനെ വന്നാൽ ലോകത്തിന് എന്തൊരു ശാപമായിരിക്കും എന്ന്. അതാ ബർണാഡ് ഷാ. ആ ബർണാഡ് ഷാ റസൂലുള്ളാഹിയും ഇസ്ലാമിനെ പറ്റി എന്തോ പറഞ്ഞിരിക്കുന്നു. I have studied him, the wonderful man.